ഹൂ ഷുക്ക് യ ജാർ. ഒരു ഗ്ലാസ് ജാറിലേക്ക് നമ്മൾ കറുത്ത ഉറുമ്പിനെയും അതുപോലെ ചുമന്ന ഉറുമ്പിനെയും കൂടെ നമ്മൾ ഇട്ട് വെക്കുകയാണ്. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കുന്നില്ല അവിടെ. കാരണം എന്ന് വെച്ചാൽ അത് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന ജാറിനകത്തൊക്കെ കറങ്ങി നടക്കുകയാണ്. പക്ഷേ നമ്മൾ ആ ജാർ എടുത്തൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കാൻ നടക്കുന്നത്? ഇതിനകത്ത് ഉറുമ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം അതുങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ വന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്തേക്കാണ്. പക്ഷെ അതുങ്ങൾക്ക് അറിയുന്നില്ല അതിനകത്ത് തോന്നുന്ന അതുങ്ങൾക്ക് ആ തമ്മിലുള്ള ഉറുമ്പുകൾ തമ്മിലുള്ള അറ്റാക്കിങ് ആണെന്നുള്ള രീതിയിൽ അവരതിനകത്ത് കിടന്ന് പരസ്പരം ഫൈറ്റിംഗ് നടക്കുകയാണ്. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ഫാമിലിയിലാണേലും ഒരു കമ്മ്യൂണിറ്റിയിലാണേലും ഇല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലാണേലും നമ്മൾ ഒരു ഗ്രൂപ്പ് തമ്മിലാണേലും ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പുറത്തെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ ഇതിനകത്ത് പെട്ടേച്ച് നമ്മൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ അറിയാതെ വഴക്കിടുന്നവരുണ്ട് അല്ലേ? അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലാണോ ഈ ഒരു വഴക്ക് മുമ്പോട്ട് പോയിരിക്കുന്നത് ആണോ അല്ലയോ എന്നറിയാതെ നമ്മൾ മൂന്നാമതെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫോഴ്സ് പറയുന്നത് കേട്ടോ അവരുടെ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉള്ളിലേക്ക് എടുത്തേച്ച് നമ്മൾ ആ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലാണെങ്കിലോ ഉള്ള ഈ വഴക്കെന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകാതെ പരസ്പരം ഇതെന്തുകൊണ്ട് നടന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് കണ്ണടച്ച് നമ്മൾ ഇരുന്ന് സമാധാനമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാനായിട്ട് പോകും. ഇതുപോലത്തെ നെഗറ്റീവ് എനർജീസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പം ഇത് നടന്നത് എന്ത് കാരണത്താലാണ്? എക്സ്റ്റേണൽ ഫോഴ്സ് ആണോ അതോ തമ്മിൽ നടന്ന രീതിയിലുള്ളതാണോ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ഇതുപോലെ റിലേറ്റീവ്സ് തമ്മിലാണെങ്കിലും അതുപോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഗ്രൂപ്പ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നോക്കുക. ഇതുപോലെ എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകാനും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് മുമ്പോട്ട് ലീഡ് ചെയ്യാനും നമുക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു.